ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അറഫ്ത സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ നേരെ നമ്മുടെ എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആദേശും മേജനിൽ നിന്ന് വഴക്ക് കൂടുന്ന തന്നെയാണ്. മേജൻ പറയും, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ ഫാമിലിയെ എന്ത് വില കൊടുത്തും ഞാൻ അവരെ പ്രൊട്ടക്ട് ചെയ്തിരിക്കും. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, അതെ അതെനിക്ക് നന്നായിട്ട് മനസ്സിലായതാ, ഇനി അത് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് അവൻ്റെ കയ്യിലിരിക്കുന്ന ആ USB എടുത്ത് കാണിച്ചു കൊടുക്കും. ഇത് നിന്റെ അച്ഛൻ്റെ എല്ലാ തെളിവുകളും അടങ്ങിയിരിക്കുന്ന USB ആയിരുന്നു. നീ നിന്റെ ഫാമിലിയെ ഇത്രയധികം പ്രൊട്ടക്ട് ചെയ്യുന്നോണ്ടല്ലേ ഇതെല്ലാം നീ ഒളിപ്പിച്ചു വെച്ചത്. ഇത് കേൾക്കുമ്പോൾ മേജൻ ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇത് എന്ത് USB ആ? ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കൊന്നും വേണ്ട. ഇത് നിനക്ക് നന്നായിട്ട് അറിയാം. നീ തന്നെയാണ് ഇത് ഒളിപ്പിച്ചു വെച്ചതും. ഇതിലാണ് നിന്റെ അച്ഛൻ്റെയും നിന്റെ അങ്കിളുടെയും എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം പുറത്തു വന്നുകൊണ്ടാണ് ഇപ്പം അവരെല്ലാം പെട്ടുപോയത്. ഇതൊന്നും കേൾക്കുമ്പോൾ മേജനൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ആദേശ് അവളുടെ ജ്വല്ലറി ഇട്ടേക്കുന്ന ആ ബോക്സ് എടുത്തുകൊണ്ട് വരും. ഇതിലല്ലേ നീ ഒളിപ്പിച്ചു വെച്ചിരുന്നത്? ഇതിൽ നിന്നാണ് എനിക്ക് USB കാർഡ് കിട്ടിയത്. പക്ഷെ നമ്മുടെ പാവ മേജനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തൊക്കെ തോന്നിയാസായി പറയുന്നത്? ഞാൻ എന്തിനാണ് അവരെ കുറിച്ചുള്ള ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം ഒളിപ്പിച്ചു വെക്കുന്നത്? എനിക്കതിൻ്റെ ആവശ്യം എന്താണ്? കാരണം നീ തന്നെയല്ലേ പറഞ്ഞത് നീ എൻ്റെ ഫാമിലി എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യുന്നു. പിന്നെ ഒരു USB ഒളിപ്പിക്കാനാണോ നിനക്ക് ഇത്ര പാട്? ഇത് പുറത്തു വന്നുകൊണ്ട് അവരെല്ലാവരും പെട്ടു. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഈ തോന്നിയാസമൊന്നും ആരും അറിയില്ലായിരുന്നു. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, അപ്പം ഇത് നിങ്ങളാണോ പുറത്തിട്ടത്? അതെ, ഇതെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. ഓഹോ, അപ്പം നിങ്ങൾ മനഃപൂർവ്വം എൻ്റെ അച്ഛനെ അങ്കിളിനെല്ലാം പെടുത്താൻ വേണ്ടി ചെയ്താണല്ലേ ഇതെല്ലാം? ഇപ്പോൾ അതാണല്ലേ തെറ്റ്. അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കൊന്നും നിനക്കൊരു കുഴപ്പമില്ല. അതെല്ലാവരും അറിഞ്ഞവരാണല്ലേ നിന്റെ പ്രശ്നം ഇപ്പോൾ. ഇത് കേൾക്കുമ്പോൾ മേജൻ നല്ല ദേഷ്യം വരും. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. ഇതെല്ലാം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഈ USB കാര്യം തന്നെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെയല്ലേ ഞാൻ അത് ഒളിപ്പിച്ച് വെക്കുന്നത്. പക്ഷേ ആദേശത്തിന് വിട്ടുകൊടുക്കില്ല. എന്തായാലും ഇത് നീ തന്നെയാണ് ചെയ്തത് എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ നല്ല ദേഷ്യം വരും. അവൾ ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അവൾ നേരെ പോകുന്നത് ആസ്ലിയുടെ റൂമിലേക്കാണ്. സത്യം പറഞ്ഞോ, ഈ USB നീ അല്ലേ എൻ്റെ ജ്വല്ലറി ബോക്സിൽ ഇട്ടത്? ഇത് കേൾക്കുമ്പോൾ ആസ്ലി പറയും, ആഹാ, കൊലയാളി അച്ഛൻ പിടിക്കപ്പെട്ടപ്പോൾ അസിസ്റ്റന്റ് മോക്ക് നന്ദല്ലേ? നിന്റെ അച്ഛൻ ഒരു കൊലയാളിയായത് എൻ്റെ തെറ്റാണോ? അങ്ങേര് ചെയ്ത് കൂട്ടുകാരെല്ലാം ഈ USB ഉണ്ടായിരുന്നു. അതെല്ലാം പുറത്തു വന്നപ്പോൾ ഇപ്പൊ അതെല്ലാം നീ എൻ്റെ തലയ്ക്ക് ഇടുകയാണല്ലേ? ഇത് കേൾക്കുമ്പോൾ മേജൻ നല്ല ദേഷ്യം വരും. അവൾ ആ USB കാർഡ് ആസിലിയുടെ നേർക്ക് എറിഞ്ഞിട്ട് പറയും, നീ കൂടുതൽ നാടകം കളിക്കാനൊന്നും നിൽക്കണ്ട. ഒരിക്കൽ ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് വെറുതെ പച്ചക്കള്ളം ഉണ്ടാക്കി പറഞ്ഞ ആളല്ലേ നീ? നിനക്കാണോ ഇപ്പോൾ ഒരു USB കാർഡ് എൻ്റെ ജ്വല്ലറി ബോക്സിൽ ഒളിപ്പിക്കാൻ എത്ര പാട്? എന്നിട്ട് അത് മറച്ചു വയ്ക്കാനായിട്ട് ഓരോന്നാണേ. വെറുതെ എൻ്റെ മുമ്പിൽ കിടന്ന് നാടകം കളിക്കാൻ നിൽക്കണ്ട. നീയൊക്കെ 187 ദിവസമല്ല, അതിനു മുമ്പ് തന്നെ ഈ വീട്ടിൽ നിന്ന് നിന്നൊക്കെ അടിച്ച് പായിപ്പിക്കേണ്ടി. ഇത് കേൾക്കുമ്പോൾ ആസ്ലിക്ക് നല്ല ദേഷ്യം വരും. അതിന് നീ ആരാടിയെന്ന് പറഞ്ഞ് അവൾ ആസ്ലി അടിക്കാൻ നിൽക്കായിരിക്കും. മര്യാദക്ക് എൻ്റെ റൂമിൽ നിന്ന് പോയിക്കുമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, നിന്റെ റൂമോ? ഇത് നിന്റെ വീടുമല്ല, റൂമും അല്ല. നിന്നൊക്കെ ഇവിടുന്ന് വൈകാതെ തന്നെ അടിച്ചോടിച്ചോളാടിന്ന് പറഞ്ഞ് മേജൻ അവിടെ നിന്നും പോകും. നീട് കാണിക്കുന്നത് ഹൈദറിനെയും നസീറിനെയാണ്. അവർ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും അവിടേക്ക് ജമാലും ദേഷ്യം വരുന്നത്. ദേഷ്യം എല്ലാവരുടെ ഇടയിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതിന് ഹൈദറിന് നല്ല ദേഷ്യം ഉണ്ടാവും. നീ വെറുതെ എന്നിട്ട് കളിക്കാൻ നിൽക്കണ്ട. ഞാൻ ഇന്നലെ ഇന്ന് ജനിച്ച ആളൊന്നല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് ഇതെല്ലാം ഞാൻ കണ്ടതാ. അതുകൊണ്ട് വെറുതെ ഞാനുമായിട്ട് നീ ഏറ്റുമുട്ടാൻ വരണ്ട. ഇത് കേൾക്കുമ്പോൾ ആദേശ് ഹൈദറിനോട് പറയും, നീ ഇത് ഒരുപാട് കാലങ്ങളായിട്ട് കണ്ടു എന്ന് പറഞ്ഞില്ലേ? അതിന് ഞാൻ ഇപ്പോഴല്ലേ വന്നത്? ഞാൻ ഇപ്പോഴല്ലേ നിനക്ക് ഓരോ പണി തരാൻ തുടങ്ങുന്നതും? ഇതെല്ലാം വെറും ഒരു തുടക്കം മാത്രമാണ്. നീ ചെയ്ത് കൂട്ടിയതിൻ്റെ ശിക്ഷ നിനക്ക് കിട്ടാൻ പോകുന്നല്ലേ ഉള്ളൂ. അപ്പോഴേക്കും നീ കുറെ കണ്ടതാന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ എന്ന് ആദേശ് അവരോട് പറയും. അതിനുശേഷം ആദേശ് അവൻ്റെ കാറിൽ കയറി ഓഫീസിലേക്ക് പോകാൻ നിൽക്കായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് മേജൻ ഓടി വരുന്നത്. അവൾ വേഗം വന്ന് അവൻ്റെ കാറിൽ കയറിയിരിക്കും. നീ എവിടേക്കാ? ഞാനിപ്പോൾ അത്യാവശ്യമായിട്ട് ഓഫീസിലേക്കാണ് പോകുന്നത്, വേഗം ഇറങ്ങിപ്പോയെ. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, ഞാനതിന് ഓഫീസിലേക്കാണല്ലോ പോകുന്നത്. അതായത് നമ്മൾ രണ്ടുപേരും ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പിന്നെ ഇപ്പം എന്താ ഒരേ കാറിൽ പോയാ? ഇങ്ങനെയൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ടാക്സി വിളിച്ചു തരാം. അത് കേൾക്കുമ്പോൾ ആദേശ് അത് വേണ്ടെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഓഫീസിലേക്ക് പോകും. അങ്ങനെ അവൾ ഓഫീസിലേക്ക് വരുമ്പോൾ ദമയത്ത് അവളുടെ അടുത്തേക്ക് വരും. അവർ രണ്ടുപേരും കൂടി കുറെ സംസാരിക്കുകയായിരിക്കും. അതിൻ്റെ ഇടയിൽ മേജൻ അവളൊരു കാര്യം ചോദിക്കും, നമ്മുടെ ഏഴ് ഹോസ്പിറ്റലിലെ പ്രൊജക്റ്റിന് വേണ്ടി നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തരുമോ? നീ അതിൻ്റെ ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തു തരണം. ഇതിൽ എനിക്ക് നിന്നോടല്ലാതെ വേറെ ആരോട് ചോദിക്കാൻ കഴിയില്ലല്ലോ. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? നീ ഈ വർക്ക് നന്നായിട്ട് ചെയ്യുന്ന എനിക്ക് അറിയാം. അതല്ല, എനിക്ക് ഈ വർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് തന്നെ ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ദമയത്തിന് ഒത്തിരി സന്തോഷമാവും. നിനക്ക് വേണ്ടി എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തരുന്നതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. പക്ഷേ എനിക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. കാരണം ഇപ്പോൾ നടന്ന പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ? അതായത് ആദേശും നസീറും ഈ പ്രൊജക്റ്റ് തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം. അതുകൊണ്ട് നിനക്ക് വേണ്ടി ചെയ്തു തരുമ്പോൾ അതിനു മുമ്പ് എനിക്ക് നസീറിനോടൊന്ന് ചോദിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നമാവും. എങ്കിൽ ശരി, നീ കാര്യങ്ങളെല്ലാം അവരോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി എന്ന് മേജൻ ദമയത്തിനോട് പറയും. അതിനുശേഷം അവർ രണ്ടുപേരും അവരുടെ ക്യാബിനിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ദമയത്ത് ചോദിക്കും, നീ എങ്ങനെയാടി ഈ ആദേശിനെയൊക്കെ സഹിച്ച് ഞാൻ ജീവിക്കുന്നത്? എനിക്ക് ആലോചിക്കാനേ വയ്യ. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, അതെ, ചില സമയത്ത് അവൻ നല്ല ആളായിരിക്കും. ചിലപ്പോൾ അവനെപ്പോലൊരു ദുഷ്ടം വേറെ ഉണ്ടാവില്ല. അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവനൊരു അൺപ്രഡിക്റ്റബിൾ ആണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ദമയത്തും പറയും, എങ്കിൽ നിനക്ക് അവനെ കുറിച്ചൊന്ന് അന്വേഷിച്ചൂടെ? ഞാൻ എത്ര അന്വേഷിച്ചിരിക്കുന്നു, പക്ഷെ എനിക്കൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല.
കഴിഞ്ഞിട്ടില്ല. പക്ഷെ ദമയത്ത് പറയും, അങ്ങനെ നീ വിട്ടുകൊടുക്കാൻ പാടില്ല. നിന്നെ കൊണ്ട് വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലെന്ന് എനിക്കറിയില്ലേ. നീ അവനെക്കുറിച്ച് എത്രയും പെട്ടെന്ന് അറിയാവുന്നിടത്തോളം അറിയണം. അവൻ എന്താണ്, എങ്ങനെയാണ്, എന്തിനാണ് വന്നത് എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അതെല്ലാം നീ കണ്ടുപിടിക്കണം മേജൻ. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കോൾ വരുന്നതുകൊണ്ട് തന്നെ അവൻ അവന്റെ ക്യാബിനിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് അവർ കാണുന്നത്. അത് കാണുമ്പോൾ ദമയത്ത് പറയും, മോളെ ഇപ്പോഴാണ് പറ്റിയ സമയം. നീ വേഗം പോയി അവന്റെ ക്യാബിനിലേക്ക് കയറി എന്തൊക്കെയാണ് നടക്കുന്നത് നോക്ക്. അവനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് കിട്ടാതിരിക്കില്ലല്ലോ. അപ്പോഴാണെങ്കിൽ അവൻ അവന്റെ ക്യാബിനിലില്ല. ഇതുപോലൊരു അവസരം നിനക്കിനി കിട്ടിയെന്ന് വരില്ല. വേഗം പോയി നോക്കിക്കോ എന്ന് പറയുമ്പോൾ മേജൻ വേഗം അവന്റെ ക്യാബിനിലേക്ക് കയറി അവിടെ അവന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ നോക്കാൻ വേണ്ടി അവിടെ സെർച്ച് ചെയ്യായിരിക്കും. മേജൻ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് പോകുന്നത് ആസ്ലി ദൂരെ എന്നും കണ്ടിട്ടുണ്ടായിരുന്നു. അവള് മേജന്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവിടേക്ക് അദേശ് വന്ന് ആസ്ലിയോട് എന്താ കാര്യം ചോദിക്കും. ആസ്ലി പറയും, നിന്റെ റൂമിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അദേശിന് കാര്യം മനസ്സിലാവും. അവൻ വേഗം റൂമിലേക്ക് കയറി നോക്കുമ്പോൾ മേജൻ അവിടെ ഇരുന്ന് തപ്പുന്നുണ്ടാവും. അദേശ് വരുന്നത് കാണുമ്പോൾ അവൾ വേഗം ഒരു ഫയൽ അവിടെ കിടക്കുന്നുണ്ടാവും. അതെടുത്തോണ്ട് വേഗം അവിടെ പോകാൻ നിൽക്കുകയായിരിക്കും. അദേശ് അവിടെ തളഞ്ഞോട് ചോദിക്കും, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അത് പിന്നെ എന്ന് പറഞ്ഞ് അവൾ ആദ്യം ഒന്ന് പരിങ്ങുന്നുണ്ട്. പിന്നെ അവളുള്ള കാര്യം തുറന്നു പറയും, ഞാനിവിടെ നിന്നെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ നോക്കാൻ വേണ്ടി വന്ന തന്നെയാണ്. ഓ, എന്നിട്ട് നിന്റെ അന്വേഷണമൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു? ഇപ്പൊ തന്നെ എന്നെ കുറിച്ച് കുറെ വിവരങ്ങളൊക്കെ കിട്ടിക്കാണല്ലോ അല്ലേ? നീ എന്നെ കളിയാക്കൊന്നും വേണ്ട. ശരിയാ, എനിക്ക് ഇതുവരെ നിന്നെ കുറിച്ചൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നിനക്കെന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ? നീ നോക്കിക്കോ, നിന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടുന്നവരെ ഞാൻ തെരഞ്ഞോണ്ടേയിരിക്കും. എന്റെ പൊന്നു മോചൻ, ഒരു കാര്യം എത്ര പറഞ്ഞിട്ടും നിനക്ക് എന്താണ് മനസ്സിലാവാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലോ എന്ത് വേണമെങ്കിലും അത് ഞാൻ നിനക്ക് കിട്ടണ്ടെന്ന് വിചാരിക്കുന്നിടത്തോളം കാലം നിനക്കത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അത് നീ എത്ര സെർച്ച് ചെയ്താലും അതൊരിക്കലും നടക്കില്ല. ഇതെന്താണ് നിനക്ക് മനസ്സിലാവാത്തതെന്ന് എനിക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ ഇപ്പം നിന്റെ കയ്യിലിരിക്കുന്ന ഈ ഫയലില്ലേ, ആ ഫയൽ എന്നെ കുറിച്ച് ഒരു കാര്യമില്ല. അതുകൊണ്ട് വെറുതെ അതും പിടിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ആ ടെൻഡർ അവളുടെ കയ്യിൽ നിന്ന് അവൻ വാങ്ങിയേക്കും. അതിനുശേഷം മേജൻ അവിടെ നിന്നും പോവും. പിന്നീട് കാണിക്കുന്നത് ദമയത്തിനെയാണ്. അവള് മേജന് പറഞ്ഞത് പ്രകാരം അവരുടെ ഹോസ്പിറ്റലിന്റെ ഇന്റീരിയർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിന്റെ ഡിസൈനിലെല്ലാം അവളുടെ കമ്പ്യൂട്ടറിൽ അവൾ ഒരുപാട് ഹാപ്പി ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് കൊള്ളാം, അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി രസമാവും എന്നെല്ലാം പറഞ്ഞ് അവളിങ്ങനെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നസീർ ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അവന് ദമയത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ നസീർ അവളുടെ അടുത്തേക്ക് ചെല്ലും. എന്റെ പെങ്ങളെന്താ ഇന്ന് ഒത്തിരി ഹാപ്പി ആണല്ലോ, ഭയങ്കര സന്തോഷമായിട്ട് ചിരിച്ചു കളിച്ചൊക്കെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. എന്താ കാര്യം, ഈ ചേട്ടനെ കൂടെ അറിയട്ടെ. ഇത് കേൾക്കുമ്പോൾ ദമയത്ത് പെട്ടെന്ന് അവളുടെ ലാപ്ടോപ്പ് അടച്ചു വെക്കും. അത് ചേട്ടാ, അവൾ ആദ്യം ഒന്ന് പറയാൻ മടിക്കുന്നുണ്ടെങ്കിലും പിന്നീടുള്ള കാര്യം തുറന്നു പറയും. ചേട്ടാ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കാമായിട്ടിരുന്ന് കേൾക്കണം. ചേട്ടൻ അറിയുന്നതല്ലേ മേജൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അവളുടെ പ്രൊജക്റ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ എനിക്കും എൻ്റെ വർക്ക് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അവളുടെ പ്രൊജക്റ്റായ ഏരിയൽ ഹോസ്പിറ്റലിനെ കുറിച്ച് ചേട്ടൻ അറിയാവുന്നതല്ലേ. അവളിപ്പോൾ അവളുടെ ഹോസ്പിറ്റൽ പ്രൊജക്റ്റിൻ്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ വിളിച്ചിരിക്കുന്നത് എന്നെയാണ്. അവൾ പറയുന്നത് ഈ പ്രൊജക്റ്റ് അവൾക്ക് ഇത്രയും വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ വേറൊരാളില്ലെന്നാണ്. എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഞാൻ എത്രത്തോളം ഹാർഡ് വർക്കിങ്ങും ആത്മാർത്ഥമായിട്ടാണ് ചെയ്യാന്ന് ചേട്ടൻ നന്നായിട്ട് അറിയുന്നതല്ലേ. അതുമല്ല, ആ മേജൻ എനിക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് തന്നത്. ഇതിലുപരി മേജൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ആഗ്രഹമായ ഈ ഏരിയൽ ഹോസ്പിറ്റൽ എന്ന പ്രൊജക്ട് നടത്തി കൊടുക്കാൻ വേണ്ടി എനിക്ക് ഇത്രയും വലിയൊരു സഹായം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിറഞ്ഞ മനസ്സോടെ എനിക്ക് ഈ പ്രൊജക്ട് അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ ചേട്ടന് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ വഴിയില്ലല്ലോ, ഞാനിത് ചെയ്യുന്നില്ല. ഇത് കേൾക്കുമ്പോൾ അവൻ എന്തോ പോലെ ആവും. നസീർ പറയും, ഇത് നിന്റെ ആഗ്രഹമല്ലേ, നിന്റെ ജോലിക്ക് വേണ്ടിയല്ലേ. അതുമല്ല, മേജനും നീ എന്ന് പറയുന്നത് എനിക്ക് രണ്ട് പ്രിയപ്പെട്ടവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ആരെ ഞാൻ സപ്പോർട്ട് ചെയ്യാം. മോൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിന്റെ ഇന്റീരിയർ ചെയ്ത് അവൾക്ക് കാണിച്ചു കൊടുക്കണം. നിങ്ങൾ രണ്ടുപേരും ഈ പ്രൊജക്ട് നന്നായിട്ട് ചെയ്തെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോവും. ഇത് കാണുമ്പോൾ ദമയത്തിന് ഒത്തിരി സന്തോഷമാവും. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവൾ അവളുടെ ഒരു ഓഫീസറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് പെട്ടെന്നൊരു സ്ത്രീ കരഞ്ഞുകൊണ്ട് വരുന്നത്. അവർക്ക് ഒത്തിരി ദേഷ്യവും സങ്കടവും വിഷമവും എല്ലാം ഉണ്ട്. അവർ നേരെ മേജന്റെ അടുത്തേക്ക് വന്ന് അവളോട് വഴക്ക് പിടിക്കുകയാണ്. നീ എന്തിനാടി എൻ്റെ മോനെ കൊന്നത്, എനിക്കിപ്പോൾ സമാധാനമായോ എന്നും പറഞ്ഞ് മേജനായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. മേജനാണെങ്കിൽ അവരെന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവിടെയാണെങ്കിൽ അവിടെ നിൽക്കുന്ന ഓഫീസേഴ്സ് എല്ലാം ഇത് കണ്ട് ഓടി വരുന്നുണ്ട്. പക്ഷേ ആരും മേജനെ സപ്പോർട്ട് ചെയ്യുന്നോ ഒന്നുമില്ല. കാരണം ആ സ്ത്രീ അത്രയ്ക്ക് ദേഷ്യം പിടിച്ചാണ് മേജനോട് സംസാരിക്കുന്നത്. നിനക്കും നിന്റെ കുടുംബത്തിനെല്ലാം എൻ്റെ മോനെ കൊന്നപ്പോൾ തൃപ്തി ആയിട്ടുണ്ടാവല്ലേ, പൈസയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ ഏതറ്റം പോവല്ലേ, നാണം കെട്ടവർ എന്നും പറഞ്ഞ് അവർ മേജനെ അവിടെ തള്ളിയിടും. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് അദേശ് വരും. അദേശ് വേഗം വന്ന് മേജനെ അവിടെ നിന്ന് എടുക്കും. ജമാൽ ആ സ്ത്രീ അവിടെ നിന്ന് വേഗം പറഞ്ഞയക്കും. ദേശ് വേഗം മേജനെ സമാധാനിപ്പിച്ചുകൊണ്ട് വേഗം അവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകും. ഇതെല്ലാം പിന്നിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന ആസ്ലിക്ക് നല്ല ചിരി വരും. കാരണം ഇതെല്ലാം അവൾ തന്നെയാണ് ചെയ്തത്. അവൾ ആ സ്ത്രീയെ വിളിച്ച് അവരുടെ മോനെ കൊന്നത് എൽഡ്രിൻ കുടുംബത്തിലെ ആൾക്കാരാണ്, അതായത് മേജന്റെ ഫാമിലി, ഇവരാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതായത് നമ്മൾ നേരത്തെ ന്യൂസിൽ കണ്ടിരുന്നല്ലോ, അതിൽ പറഞ്ഞ ആ ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസിൽ അവരുടെ മോനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിനെല്ലാം കാരണം മേജൻ അവരുടെ കുടുംബമാണെന്ന് ആസ്ലി അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതെല്ലാം കേട്ടുകൊണ്ടാണ് അവർ ദേഷ്യം പിടിച്ച് മേജന്റെ അടുത്തേക്ക് വന്നത്. അതായത് ഇതെല്ലാം ആസ്ലിയുടെ പ്ലാൻ ആണെന്ന് ചുരുക്കം. പിന്നീട് കാണിക്കുന്നത് അദേശിന്റെ മേജനെയാണ്. അദേശ് വേഗം മേജനെ സമാധാനിപ്പിക്കാൻ വേണ്ടി
വേണ്ടി അവന്റെ ക്യാബിനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. അവിടെ എത്തി വേഗം അവൻ അവൾക്ക് വെള്ളം കൊടുക്കും. മേജനാണെങ്കിൽ നല്ല വിഷമം ഉണ്ടാവും. ആ സ്ത്രീയുടെ മുഖത്ത് അവരുടെ വിഷമം ഞാൻ കണ്ടതാ. ആ വിഷമം എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. അവരുടെ മോനെ നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും. അങ്ങനെ മേജൻ അവരെ കുറിച്ച് ഓരോ കാര്യമെല്ലാം പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതെല്ലാം കേട്ടോണ്ട് ആദേശ് അവിടെ നിൽക്കുന്നുണ്ട്. അവൻ പറയും, സാരല്ല, എന്തായാലും ഇപ്പൊ നടക്കാനുള്ളതൊക്കെ നടന്നു കഴിഞ്ഞില്ലേ, നീ ഇതിൻ്റെ ഇടയിൽ വന്ന് പെട്ടു പോവുകയും ചെയ്തു. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, നീ എന്നോട് ഇങ്ങനെ സഹതാപം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതെല്ലാം വേറെ നിന്റെ അഭിനയമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നതിനേക്കാൾ നല്ലത് നീ നിന്റെ ശരിക്കുള്ള നിന്റെ ശത്രുത എന്നോട് കാണിക്കുന്നത് തന്നെയാണ്. അപ്പോഴാണ് അവിടേക്ക് ആദേശിന്റെ അസിസ്റ്റന്റ് വന്ന് മീറ്റിങ്ങിന് സമയമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവർ രണ്ടുപേരും മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകും. പിന്നീട് കാണിക്കുന്നത് ഓഫീസാണ്. അവിടെ എന്താ നടക്കുന്നതെന്ന് ഞാനൊന്ന് ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഡീലാണ് നടക്കാൻ പോകുന്നത്. ആ ഡീലിന് വേണ്ടിയിട്ട് 3 പേരാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് ആദേശും, രണ്ടാമത് നസീറും, മൂന്നാമത് അവിടെയുള്ള വേറൊരു സ്റ്റാഫുമാണ്. ഈ ഡീലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 പേര് ഓഫർ ചെയ്യും. അതായത് പൈസ കൊടുത്തിട്ടാണ് ഓഫർ ചെയ്യുന്നത്. 3 പേരിൽ ഏറ്റവും കൂടുതൽ തുക ഓഫർ ചെയ്യുന്നത് ആരാണോ അവർക്കായിരിക്കും ആ മുതലാളി ടെൻഡർ കൊടുത്ത് ഡീൽ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഈ ഡീലിന് വേണ്ടിയിട്ട് 3 പേരാണ് ഓഫർ ചെയ്യുന്നത്. അത് ആദേശും, നസീറും, പിന്നെ വേറൊരു സ്റ്റാഫും. ഈ ഡീലിന്റെ മുതലാളി അവരുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അയാൾക്ക് കൊടുത്ത ആ 3 ഓഫർ എടുത്ത് വായിക്കും. അതിൽ ആദ്യം വായിക്കുന്നത് അവിടെ ഇരിക്കുന്ന വേറൊരു സ്റ്റാഫിൻ്റെതായിരിക്കും. അയാൾ ആ ഡീലിന് വേണ്ടി $7 മില്യൺ ആയിരിക്കും ഓഫർ ചെയ്തിട്ടുണ്ടാവുക. അതിനുശേഷം പിന്നീട് വായിക്കുന്നത് ആദേശിന്റെ ഓഫറാണ്. ആദേശ് അതിൽ $10 മില്യൺ ആയിരിക്കും ഓഫർ ചെയ്തിട്ടുണ്ടാവുക. അത് വായിക്കുമ്പോൾ ആദേശിന് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം അത്രയും പൈസ ഒന്നും കൊടുത്ത് ആരും വേറെ ഓഫറൊന്നും ചെയ്യില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതെന്തായാലും അവന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആദേശിനുണ്ടാവും. അതിനുശേഷം പിന്നീട് വായിക്കുന്നത് നസീറിന്റെ ഓഫർ ആയിരിക്കും. അതെടുത്ത് നോക്കുമ്പോൾ ആദേശ് പറഞ്ഞ എമൗണ്ടിന്റെ തൊട്ട് മുകളിലായിട്ടുള്ള എമൗണ്ട് കൊടുത്തിട്ടായിരിക്കും നസീർ ഓഫർ ചെയ്തിട്ടുണ്ടാവുക. ഇത് കാണുമ്പോൾ ആദേശ് ആകെ ഷോക്കാവും. അവനാകെ ഡൗട്ട് അടിക്കും. കാരണം ഇതെന്തോ അവൻ ഇത്ര ഡോളർ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അതിന് തൊട്ട് മുകളിലുള്ള ഡോളർ പറഞ്ഞ പോലെയാണ് നസീറിന്റെ മട്ടും ഭാവമൊക്കെ. ഇതിന്റെ മുതലാളിക്കാണെങ്കിൽ പിന്നെ കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം ഏറ്റവും കൂടുതൽ തുക പറഞ്ഞിരിക്കുന്നത് നസീർ തന്നെ ആയതുകൊണ്ട് അവരുമായിട്ട് തന്നെ ആ ടെൻഡർ കൊടുത്ത് ആ ഡീൽ ഉറപ്പിക്കും. അങ്ങനെ അയാൾ അവിടുന്ന് പോയി കഴിയുമ്പോൾ ആദേശ് നസീറിനെ തന്നെ നോക്കി നിൽക്കുമായിരിക്കും. എങ്ങനെ അവന് ഞാൻ പറഞ്ഞ ഡോളറിന്റെ തൊട്ട് മുകളിലെ ഡോളർ പിടിച്ചു എന്നറിയാതെ അവനോട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോഴാണ് ആസ്ലി അവന്റെ അടുത്തേക്ക് ഒന്ന് പറയുന്നത്, ഇതിനെല്ലാം കാരണം മേജൻ തന്നെയാണ്. കാരണം ഈ മീറ്റിംഗ് നടക്കുന്നതിന്റെ തൊട്ട് മുന്നായിട്ടാണ് അവൾ നിന്റെ റൂമിലേക്ക് കയറി സെർച്ച് ചെയ്തത്. നിന്റെ റൂമിൽ നിന്നും നിന്റെ ഈ ഓഫറുള്ള ടെൻഡർ അവൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് അവൾ വായിച്ച് മനസ്സിലാക്കി നേരെ നസീറിനോട് പോയി പറഞ്ഞിട്ടുണ്ടാവും. അവളല്ലാതെ വേറെ ആരാ നസീറിനോട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞെടുക്കാൻ പോകുന്നത്? ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശം വിചാരിക്കും, എന്നും ആസ്ലി ഓരോ കാര്യങ്ങളൊക്കെ മേജനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ ഇത് അതുപോലല്ല. കാരണം ഇത്തവണ അവനും കണ്ടതാണ് മേജൻ അവന്റെ റൂമിലേക്ക് പോകുന്നതും അവൾ അവിടെ സെർച്ച് ചെയ്യുന്നതും എല്ലാം ആദേശം അവന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാ. അതിന് പുറമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ആദേശം വന്നപ്പോൾ അവളുടെ കയ്യിലൊരു ഫയൽ ഉണ്ടായിരുന്നു എന്ന്. ആ ഫയൽ ഈ ടെൻഡർ ആയിരുന്നു, ഈ ഓഫർ അടങ്ങിയിരിക്കുന്ന ഈ ടെൻഡർ. അത് അവളുടെ കയ്യിലുള്ള കാര്യം അവൻ നന്നായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ പറഞ്ഞത്, ഇതിൽ നീ അന്വേഷിക്കുന്ന കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ ആ ഫയലോട് നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവൻ ആലോചിക്കുമ്പോൾ അവന് മനസ്സിലാവും ഇതെല്ലാം മേജൻ തന്നെയാണ് ചെയ്തത്. അതായത് ഇതിലെല്ലാത്തിനും കാരണം ആ മേജനാണെന്ന് ആദേശ് സംശയിക്കും. മേജനാണെങ്കിൽ ഇതൊന്നും അറിയാതെ ആ മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കുമായിരിക്കും. ആദേശാണെങ്കിൽ നല്ല ദേഷ്യം വന്ന് അവൾ അവിടെ തടയും. നീ എവിടേക്കാണ് പോകുന്നത്? ഇതെല്ലാം കാണുമ്പോൾ ആസ്ലിക്ക് നല്ല ചിരി വരുന്നുണ്ട്. അവൾ സാധാരണ ചിരിക്കുന്ന പോലെ ഒറ്റയ്ക്കിരുന്നുള്ള ചിരിയൊന്നല്ല, നസീറിനെ നോക്കിയാണ് അവൾ ചിരിക്കുന്നത്. അതായത് ഇതെല്ലാം ചെയ്തത് നമ്മുടെ ആസ്ലി തന്നെയായിരുന്നു. അവൾക്ക് ആദേശിന്റെ ഈ ടെൻഡറിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയാം. അതുമല്ല മേജൻ ആദേശിന്റെ റൂമിലേക്ക് പോകുന്ന കാര്യം ആസ്ലി കണ്ടതുമാണ്. അത് അവൾ ആദേശിനെ വിളിച്ച് കാണിച്ചതാണ്. അതായത് ഈ കാര്യങ്ങളെല്ലാം അവൾ നസീറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ അവൾ ആദേശിന്റെ ഓഫറിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നസീറിനോട് പറഞ്ഞിട്ടുണ്ടാവും. ഇനി കാര്യങ്ങളെല്ലാം നിന്റെ കയ്യിലാണ്. എല്ലാം നീ ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കുമെന്ന് ആസ്ലി പറഞ്ഞ് അവിടെ ഒന്നും പോയിട്ടുണ്ടാവും. അതുപ്രകാരമാണ് നസീർ ഇതെല്ലാം ചെയ്തത്. സത്യം പറഞ്ഞാൽ ഈ ഡീൽ അവർക്ക് ഉറപ്പിക്കുക എന്നുള്ളതല്ല, അതിലുപരി മേജനെ ആദേശിനെയും എങ്ങനെയും തെറ്റിപ്പിരിക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. കാരണം അവർക്ക് രണ്ടുപേർക്കും അറിയാം ഇങ്ങനെയൊക്കെ നടന്ന എന്തായാലും ആദേശിന് മേജനെ തന്നെ ആയിരിക്കും ഡൗട്ട്. കാരണം അവളാണ് ആ റൂമിലേക്ക് വന്ന് അവന്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതും അവളുടെ കയ്യിൽ തന്നെയാണ് അവന്റെ ടെൻഡർ ഉണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും അവർ വിചാരിച്ചതുപോലെ തന്നെ നടന്നിരിക്കുകയാണ്. ആദേശ് മേജനോട് ചോദിക്കും, നീയാണല്ലേ അപ്പൊ ഇതെല്ലാം ചെയ്തത്? നീ എന്റെ റൂമിലേക്ക് വന്ന് എന്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തത് വെറുതെ ആയിരുന്നില്ല. അവിടെ വന്ന് ഞാൻ എത്ര എമൗണ്ട് ആണ് പറയുന്നതെന്ന് മനസ്സിലാക്കി അത് ഇവനോട് പറഞ്ഞ് ഇപ്പൊ നീ എന്നെ ചതിച്ചല്ലേ? പക്ഷെ നമ്മുടെ പാവ മേജനാണെങ്കിൽ ആദേശ് എന്തിനെ കുറിച്ചായി പറയുന്നത് പോലും മനസ്സിലാവാതെ ഒന്നും അറിയാതെ അവിടെ ഞാൻ നിൽക്കുകയാണ്. ഇത് കാണിച്ചതോടുകൂടി അറഫ്ത സീരീസിലെ 37ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വൈകാതെ തന്നെ അടുത്തൊരു പുതിയൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.